ഇപ്പം നോർത്ത് ഇന്ത്യക്കാരന് എന്തുവാണ് ബീഫെന്ന് ഈ പറയുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് അറിയത്തില്ല. പക്ഷെ അർബൻ നോർത്ത് ഇന്ത്യൻസിന് ബീഫ് എന്തുവാണെന്നറിയാം. അവർ കഴിക്കുന്നവരുമാണ്, അവരുടെ മക്കൾ കഴിക്കുന്നവരാണ്, അവർക്ക് അതിൻ്റെ ടേസ്റ്റും അറിയാം. അല്ലെ പഴയ രീതിയിൽ ഈ പറയുന്ന ബീഫിൻ്റെ പൊളിറ്റിക്സും കൗവിൻ്റെ പൊളിറ്റിക്സും ചാണകത്തിൻ്റെ പ്ലൂട്ടോണിയം പൊളിറ്റിക്സും നടക്കുന്നില്ലെന്നറിയാം. അപ്പോൾ പുതിയ അജണ്ടയായിട്ട് കൊണ്ടുവന്നതാണ്. അതിനെ അത് കേരളത്തിൽ എല്ലാവരും കാണട്ടെ ആ സിനിമ. അതാ ഞാൻ പറയുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് മലയാളികൾ തന്നെ അവർ തന്നെ തീരുമാനിക്കട്ടത് നമ്മൾ ആരാണ്, ഈ നോർത്ത് ഇന്ത്യൻ ആരാണ്, അവർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം നോർത്ത് ഇന്ത്യക്കാരൻ എന്ന് നോർത്ത് ഇന്ത്യക്കാരൻ അവൻ മദ്രാശിയാകുമ്പോൾ നമ്മളെ മദ്രാസികൾ എന്ന് വിളിക്കുന്നു, സൗത്ത് ഇന്ത്യൻ എന്ന് വിളിക്കുന്നു, മറ്റവരെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇവനെവിടുത്തുകാരനാ? കാരണം ഇത് ബേസിക്കലി ഭയങ്കര റീജിയണലിസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ടല്ലയോ ഈ പറയുന്ന ഹിന്ദി ലാംഗ്വേജിൻ്റെ പ്രശ്നം തമിഴ്നാടിൽ നിന്ന് അടി കിട്ടി, മഹാരാഷ്ട്രയിൽ നിന്ന് അടി കിട്ടി, കർണാടകയിൽ നിന്ന് അടി കിട്ടി. ഇനി ഇവർക്ക് എവിടെ ഹിന്ദി പറയാൻ പറ്റും? ഹിന്ദി ഖത്രയിലാണ്. ഇന്ത്യയിലെ ഹിന്ദി ഖത്ര ഡേഞ്ചർ, ഹിന്ദി ഭാഷ ഡേഞ്ചർ സോണിലാണ്. കാരണം ഹിന്ദി ഭാഷ പഠിച്ചിട്ട് ഒന്നും കിട്ടാവുന്നുമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇന്ത്യനായി. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി പറയുന്ന ഐടിയും മറ്റ് എക്കണോമിക് സാധനങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തത് തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും ഒക്കെയാണ്. GDP ഒക്കെ എടുത്ത് നോക്കിയാൽ അതാണ് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് എവിടെ IT ഇതുള്ളത്? IT കോൺട്രിബ്യൂഷനും ടെക്നോളജി കോൺട്രിബ്യൂഷൻ എന്താ ഉള്ളത്? ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന പുഷ്പ വിമാനം, മറ്റേ അസ്ട്രോണം എന്ത് മറ്റേ സ്പേസിൽ പോകുന്ന അത് ഹനുമാൻ. എത്ര പേര് വിശ്വസിക്കും? എന്നിട്ട് അത്രയും ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ വിമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പുഷ്പവിമാനം 5000 വർഷം മുമ്പ് അസ്ട്രോണറ്റ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇന്നും അമേരിക്കയുടെ കാലം പിടിച്ചിട്ടാണ് ശുഭാൻഷു ശുക്ലൊക്കെ പോകുന്നത്. എന്തുകൊണ്ട് നടക്കുന്നില്ല? 60 കൊല്ലം മുമ്പ്, ഈ പറയുന്ന 60 ലക്ഷം വർഷം മുമ്പൊക്കെയുള്ള ചരിത്രമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മൾ 60 വർഷം മുമ്പ് മാത്രം റിസർച്ച് തുടങ്ങി ചൈനയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഇതാണ് സിമ്പിളായിട്ട്. ഇത് മുഴുവനും കപടതയും കള്ളത്തരവുക. അപ്പം നമ്മളെ ബേസിക്കലി ഈ പറയുന്ന കപടതയും കള്ളതയും നരേറ്റീവ്സ് ഉണ്ടാക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്.